Hi friends, നമ്മൾ ഇന്ന് PSCയുടെ എട്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ പാട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നിങ്ങൾ ബെൽ ഐക്കൺ അമർത്തുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, My uncle dash 5 years ago. My uncle dash 5 years ago has died, have died, had died, died. ഇപ്പോൾ ഡൈ ആയിട്ട് ബന്ധപ്പെട്ടാന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത് ഏതാ ടെൻസ് എന്നുള്ളതാണ്. മൈ അങ്കിൾ ഡാഷ് 5 years ago. കണ്ടോ, ഇത് പാസ്റ്റ് ആണ്. പാസ്റ്റിൽ ഒരു സമയം കണക്കാക്കിയിട്ടുണ്ട് 5 years. പാസ്റ്റിൽ ഒരു പെർട്ടിക്കുലർ ടൈം പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാസ്റ്റ് സിമ്പിളിൽ വെക്കണം. അതാണ് അതിൻ്റെ നിയമം. പാസ്റ്റ് സിമ്പിളിലാണ് ഇത് വെക്കേണ്ടത്. ഇപ്പോൾ പാസ്റ്റ് സിമ്പിൾ ഏതാണ് ഇതിൽ വരുന്നത്? ഇത് പ്രസന്റ് പെർഫെക്റ്റ്, ഇതും പ്രസന്റ് പെർഫെക്റ്റ്, ഇത് പാസ്റ്റ് പെർഫെക്റ്റ്, ഇതാണ് പാസ്റ്റ് സിമ്പിൾ. പാസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെർബിന്റെ നേരിട്ടുള്ള പാസ്റ്റ് ഫോം നേരിട്ട് വെക്കുകയാണ്. വേറെ ഓക്സിലൊന്നും കാണില്ല. പക്ഷേ ഡൈഡിന്റെ അകത്ത് ഓക്സിൽ ഉണ്ട്, അത് ഡെഡ് ആണ്. ഡെഡ് പ്ലസ് പ്രസന്റ് എന്നാണ് അതിന്റെ സൂത്രവാക്യം. ഓക്കെ, അപ്പോൾ പാസ്റ്റ് സിമ്പിൾ ആണ് അത് വന്നത്. എന്താ പാസ്റ്റ് സിമ്പിൾ വരാന്നുള്ള കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. അതുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം പാസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പാസ്റ്റ് സിമ്പിൾ ആണ് വെക്കേണ്ടത്. അതാണ് അതിന്റെ റീസൺ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് കെയിം ഇൻ ടു ഇംഗ്ലീഷ് ഫ്രം മലയാളം? വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് കെയിം ഇൻ ടു ഇംഗ്ലീഷ് ഫ്രം മലയാളം? ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നത് അല്ലേ? ഇംഗ്ലീഷിലേക്ക് വന്നതാണ്. ഫ്രം മലയാളം, അതാണ്. ഇംഗ്ലീഷിൽ നിന്നല്ല, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നതാണ്. അത് ഏതാണെന്നാണ് അവർ ചോദിക്കുന്നത്. ഒരു 4 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, 4 എണ്ണം. ഒന്ന്, എ മോട്ടോർ സൈക്കിൾ, ബി മോട്ടോർ സൈക്കിൾ, ടിൻ, TIN, ടിൻ. അതായത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നതാട്ടോ. മലയാളത്തിലാണ് അതുള്ളത്, അത് ഇംഗ്ലീഷിലേക്ക് വന്നത് ഏതാണെന്ന് ചോദിക്കുന്നത്. സി കൊപ്ര, ഡി. നാലാമത്തെ ഏതാണ് ഓപ്ഷൻ? ബേക്കറി. ബേക്കറി. ഈ 4 ഏതാണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നത്? ഇപ്പൊ കൊപ്ര ഒരു പക്ഷേ നമ്മൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കൊപ്ര മലയാളമല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അല്ല, കൊപ്ര ഇംഗ്ലീഷാണ്. അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്ന വേണം. ഇതൊക്കെ തന്നെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇപ്പൊ മോട്ടോർ സൈക്കിളിന്റെ ഇംഗ്ലീഷ് എന്താ? മോട്ടോർ സൈക്കിൾ ഇംഗ്ലീഷാ. ചില ആൾക്കാർ ഞാൻ ചോദിക്കാറുണ്ട്, ബൈക്കിന്റെ ഇംഗ്ലീഷ് എന്താന്ന് ചോദിക്കും. അപ്പൊ ഒരു ബൈക്കിന്റെ മലയാളം എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞതാണ് മോട്ടോർ സൈക്കിൾ. മോട്ടോർ സൈക്കിൾ മലയാളം കേട്ടോ, മോട്ടോർ സൈക്കിൾ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നതാണ് കൊപ്ര. അടുത്ത നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഇത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മഹേഷ് യൂഷ്വലി ഡാഷ് ടിൽ മിഡ് നൈറ്റ്. മഹേഷ് യൂഷ്വലി ഡാഷ് ടിൽ മിഡ് നൈറ്റ്. മിഡ് നൈറ്റ് വരെ. ടിൽ മിഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ മിഡ് നൈറ്റ് വരെ, അർദ്ധരാത്രി വരെ. എന്താണ് മഹേഷ് യൂഷ്വലി? ഈ യൂഷ്വലി എന്ന് പറഞ്ഞ വേർഡ് കണ്ടില്ലേ? ഇത് സാധാരണ വരുന്ന ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് സിമ്പിൾ ആണ്. അത് പതിവായിട്ട് അങ്ങനെ ചെയ്യാറുള്ള ഒരു ശീലമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മിഡ് നൈറ്റ് വരെ മഹേഷ് എന്ത് ചെയ്യാറുണ്ട്? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? വാച്ച്, വാച്ചഡ്, വാച്ചസ്, വാച്ചിങ്. വാച്ച്ഡ് TV, A. B. Watching TV, C. Watches TV, B. Will watch TV. Watched TV, watches TV, watching TV, will watch TV. ഇതിൽ ഏതാണ് വരിക? യൂഷ്വലി പ്രസന്റ് സിമ്പിൾ ആണ്. വാച്ച്ഡ് പാസ്റ്റ് സിമ്പിൾ, വാച്ചിങ് അങ്ങനെ ടെൻസ് ഇല്ല. വാച്ചസ് കാരണം പ്രസന്റ് സിമ്പിൾ നിയമതാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ എസ് ഫോം ആണ് ചേർക്കേണ്ടത്. ഇപ്പൊ മഹേഷ് സിംഗുലർ ആയതുകൊണ്ട് അതിന്റെ എസ് ഫോം വാച്ചസ്. വിൽ വാച്ച് ഫ്യൂച്ചർ സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ വാച്ചസ് ആണ്. മനസ്സിലായല്ലോ? യൂഷ്വലി എന്നുള്ള വേർഡ് പ്രസന്റ് സിമ്പിളിൽ വരുന്നത്. യൂഷ്വലി, ഓഫൺ, ഓൾവേസ്, അത്തരത്തിലുള്ള കുറച്ച് വേർഡുകളൊക്കെ ഉണ്ട്. അത് ഇതിൽ വരുന്നതാണ്. ഓക്കെ,
നമ്പർ 3. നമ്പർ 4 വരുന്നത് ഷീല ലിവ്സ് ഇൻ മുംബൈ. നമ്പർ 4 ഷീല ലിവ്സ് ഇൻ മുംബൈ. ഷീല മുംബൈയിൽ താമസിക്കുന്നു. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. കോമന്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഷീല ലിവ്സ് ഇൻ മുംബൈ. ക്വസ്റ്റ്യൻ ടാഗ്. ഇതിന്റെ 3-4 ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്ഷൻ പറയുന്നില്ലേ? ഇതേതാ ടാഗ് വരിക? ടാഗ് വരുന്നത് നോക്കണം. എന്താ ഇത്? ഏതാണ് ടെൻസ്? ഏതാ? പ്രസന്റ് സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ പ്രസന്റ് സിമ്പിൾ ഓക്സിലറി കാണൂല, വെർബിന്റെ അകത്ത് നിന്ന് മുറിച്ചെടുക്കണം. അപ്പൊ ലിവ്സ് കിട്ടി. ലിവ്സ് ആണ് ഇവിടെ വെർബ്. ഈ വെർബിന്റെ അകത്ത് ലിവ്സിന്റെ അകത്ത് ഏതാ ഉള്ളത്? അവിടുന്ന് ഓക്സിലറി കിട്ടുള്ളൂ. ഓക്സിലറി കിട്ടണം. നമ്മൾ ഓക്സിലറി ആദ്യം വെക്കണ്ടേ, എന്നിട്ടാണ് സെന്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ നോക്കേണ്ടത്. പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കണം. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആക്കണം. അതാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ നിയമം. ആ നിയമം വെച്ച് നോക്കുമ്പോൾ ലിവ്സ് നമുക്ക് കിട്ടിയുള്ള ലിവ്സ് എസ് ഫോം ആണ്. അപ്പൊ എല്ലാ എസ് ഫോമിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഏതാണ്? ഡസ് ആണ്. അപ്പൊ ഓക്സിലറി കിട്ടിയതാ ഡസ്. ഡസ് ഇനി നെഗറ്റീവ് ആക്കണോ വേണ്ടേ? അതാണ് നമ്മൾ നോക്കുന്നത്. പോസിറ്റീവ് അല്ലേ? സെന്റൻസ് പോസിറ്റീവാ. അപ്പൊ ടാഗ് നെഗറ്റീവ് ആക്കണം. അതായത് രണ്ട് ഭാഗത്തും കൂടെ പോസിറ്റീവ് വരില്ല, അല്ലെ നെഗറ്റീവ് വരില്ല. ഒരു ഭാഗം സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് നിയമം. അതായത് രണ്ട് ഭാഗത്തും കൂടെ നോട്ട് വരില്ല. അപ്പൊ അങ്ങനെ ഒരു ഓക്സിലറി കിട്ടി. ഇത് പോസിറ്റീവ് ആണ് സെന്റൻസ്, അപ്പൊ നെഗറ്റീവ് ചേർക്കണം. ഡസിൻ. പിന്നെ ആളാരാ? ഷീ. ഷീ എന്ന് പറയുമ്പോൾ ഷീ അല്ലേ? ഡസിൻ ഷീ. അങ്ങനെയാണ് അതിന്റെ ഈ മീനിങ് വരും. ഡസിൻ ഷീ. അപ്പൊ നമ്മൾ ഇതില് ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഹൂ ലവ്സ് മാൻകൈൻഡ് ഈസ് നോൺ ആസ്. A person who loves mankind. Mankind എന്ന് പറഞ്ഞാൽ മനുഷ്യ സമുദായമാണ്. A person who loves mankind is known as എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? A person who loves mankind is known as. മനുഷ്യ സമുദായത്തെ സ്നേഹിക്കുന്ന ആളെ എന്താ പറയുന്നത്? ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ABCD. എ എന്താ? മിസോജിനിസ്റ്റ്. ബി എന്താണ് കൊടുത്തിരിക്കുന്നത്? ബി കൊടുത്തിരിക്കുന്നത് മിസോഗനിസ്റ്റ്. എ ബി. ഇനി സി ആണ്. സി കൊടുത്തിരിക്കുന്നത് എന്താണ്? സി മിസോളജിസ്റ്റ്. സി. ഡി 4ാമത്തെ കൊടുക്കുന്നത് ഫിലാന്ത്രപ്പിസ്റ്റ്. അങ്ങനെ 4 കൊടുത്തിരിക്കുന്നത്. ഈ 4 കൊടുത്ത് നമ്മൾ 4 കൃത്യമായിട്ട് അറിയണം അല്ലേ? അപ്പൊ മിസോജിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? മിസോഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാല് മാരേജ്, കല്യാണത്തിന് താല്പര്യമില്ലാത്ത ആള്. MARRIAGE മാരേജ്, കല്യാണത്തിന് താല്പര്യമില്ലാത്ത ആള്. മിസോജിനിസ്റ്റ് മീൻസ് വൺ ഹൂ ഹേറ്റ്സ് വുമൻ, സ്ത്രീ വിരോധിയായിട്ടുള്ള ആൾ. അതാണ് മിസോജിനിസ്റ്റ്. മിസോളജിസ്റ്റ് എന്താണ്? വൺ ഹൂ ഡസ് നോട്ട് ഗിവ് എനി ഇമ്പോർട്ടൻസ് ടു ലേണിംഗ് ആൻഡ് നോളജ്. വൺ ഹൂ ഹേറ്റ്സ് ലേണിംഗ് ആൻഡ് നോളജ്. അറിവും പഠനമൊക്കെ അതിലൊക്കെ വിരോധിയായിട്ടുള്ള ആളെയാണ് നമ്മൾ പറയുക മിസോളജിസ്റ്റ്. അപ്പോൾ മിസോജിനിസ്റ്റ്, മിസോഗനിസ്റ്റ്, മിസോളജിസ്റ്റ് മാറിപ്പോകരുത്. 3 വ്യത്യസ്തമല്ല. മിസോജിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? മിസോജിനിസ്റ്റ് സ്ത്രീ വിരോധിയാണ്. മിസോഗനിസ്റ്റ് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾ, കല്യാണ വിരോധി. അടുത്ത മിസോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഹേറ്റ്സ് ലേണിംഗ് ആൻഡ് നോളജ്.
അപ്പോൾ ഇത് മൂന്നല്ലല്ലോ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മൂന്നല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ? മാൻകൈൻഡ്, മനുഷ്യ സമുദായത്തെ സ്നേഹിക്കുന്ന ആള്. അത് പിന്നാണ് ആരാണ്? ഫിലാന്ത്രപ്പിസ്റ്റ് എന്ന് പറയും. മനുഷ്യ സമുദായത്തെ സ്നേഹിക്കുന്ന വൺ ഹൂ ലവ്സ് മാൻകൈൻഡ് ഈസ് കോൾഡ് ഫിലാന്ത്രപ്പിസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ 5 ക്വസ്റ്റ്യൻസ് 8ാമത്തെ എപ്പിസോഡിന്റെ നമ്മളുടെ 8ാമത്തെ പാർട്ട് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിന്റെ ആൻസർ ഒക്കെ കിട്ടുന്നുണ്ടാകുമായിരിക്കും. എവറിഡേ നിങ്ങൾ ഇതേമാതിരി ചെയ്യുമ്പോൾ ഞാൻ ഇനി ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഡെയിലി ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിങ്ങൾക്ക് കൂടുതൽ വേഗം മനസ്സിലായി വരും. അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഒക്കെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് നല്ല വീഡിയോസ് ഡെയിലി വന്നുകൊണ്ടിരിക്കും. നിങ്ങളത് വാച്ച് ചെയ്ത സമയത്ത് എല്ലാം ഓരോ സമയത്ത് കുറച്ച് പഠിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമ്മളൊരു 5 എക്സാമ്പിൾസ് ഓരോ എപ്പിസോഡും വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിശദമായ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.